Anandu. This is Chattan Kiran. This is our first YouTube channel. YouTube channel name AK47. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. നമ്മൾ ഇന്നലെ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മുടെ വീട്ടിലെ പഴയ വാഷ് ബേസിൻ എടുത്ത് നമുക്കൊരു കിഡിൽ അക്വേറിയം ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അക്വേറിയത്തിന് വേണ്ട ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പഴയ പൊട്ടിയ വാഷ് ബേസിനാണ്. പിന്നെ നമ്മുടെ ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റ്, പിന്നെ വേണ്ടത് അല്പം സിമൻറ്റ്, അല്പം എംസീൽ, ഒരു 2 പാക്കറ്റ് എംസീൽ. ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ ഒരു ചെറിയൊരു അക്വേറിയം നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. പിന്നീട് അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ ഒരു 1.5 ഇഞ്ചിൻ്റെ നട്ടും ബോൾട്ടും വേണം. ഒരു 1.5 ഇഞ്ചിൻ്റെ നട്ടും ബോൾട്ടും. പിന്നെ നമ്മുടെ പഴയ വാഷ് ബേസിൻ നമുക്ക് ഈ ഒരു ബക്കറ്റിൻ്റെ മേളിലോട്ട് വയ്ക്കാം. ഒരു പൊസിഷനിൽ വയ്ക്കണം. വെച്ചതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തൊട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ബക്കറ്റ് വെച്ച് നമുക്കൊരു സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിത് ജസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എംസിയിൽ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് സ്ക്രൂ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എംസിയിൽ പൊട്ടിക്കാം. നമുക്ക് നമ്മുടെ എംസിയിൽ നമുക്കിനി വശത്തായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതുപോലെ അലുമിനിയത്തിൻ്റെ പീസ് എടുക്കുക. ഈ അലുമിനിയത്തിൻ്റെ പീസ് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു കൊടുത്ത നട്ടും ഈ ബക്കറ്റ് തമ്മിലൊരു കണക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇത് ഇളവി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അലുമിനിയത്തിൻ്റെ ഈ ഒരു പീസ് ഒരു എൽ ഷേപ്പിൽ നമ്മൾ വളയ്ക്കുക. ഇങ്ങനൊരു എൽ ഷേപ്പിൽ വളയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ അലുമിനിയത്തിൻ്റെ പീസും നമ്മൾ നേരത്തെ കൊടുത്ത നട്ട് നമുക്ക് അലുമിനിയം ബക്കറ്റിലേക്ക് കണക്ഷൻ കിട്ടണം. ഇനി നമുക്ക് ഈ ബക്കറ്റിൽ നമുക്ക് ഈ അലുമിനിയത്തിൻ്റെ പീസ് ഈ ബക്കറ്റിലും ഇവിടെ ഇതിലൊരു ഹോൾ ചെയ്യണം. നട്ട് ചെയ്യാണ്. നമ്മൾ ഈ നെറ്റുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് ഒരു ഷേപ്പിൽ നമുക്ക് ഇവിടെ വെച്ച് വളച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ബക്കറ്റിലൊരു ഹോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടെ ഒരു സ്ക്രൂ ഇട്ട് മുറുക്കാം. നമുക്ക് ഈ കല്ലെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തില്ല, ജസ്റ്റ് പതുക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് പൊക്കുക. ഈ കല്ല് നമുക്ക് ബക്കറ്റ് കാരണം ബക്കറ്റ് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ഏകദേശം പകുതിയോളം ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഈ പൊട്ടിയ ഭാഗത്ത് നമുക്കൊന്ന് സിമെൻറ്റ് ചെയ്യാം. പിന്നീട് ഈ താഴ്ഭാഗത്തൊക്കെ നമുക്ക് സിമെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്തും നമ്മുടെ ഈ പൊട്ടിയ ഭാഗത്തൊക്കെ നമ്മളായിട്ട് ഒന്ന് സിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സിമെൻ്റ് എല്ലാം ഫിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക, ലീക്ക് ടെസ്റ്റ് ചെയ്യുക. ലീക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മീനിനെ ഇടുക. കാരണം ഇപ്പോൾ എല്ലാം ഓൾറെഡി ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
നമ്മളിന്ന് ഉണ്ടാക്കിയ ഒരു വാഷ് ബേസിൻ ഫിഷ് ടാങ്ക്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. മീനിനെയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കാം. AK-47 ടിപ്സ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു കിടന്ന ഐറ്റമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതാണ്.